പുറത്തുനിന്ന് വന്ന എല്ലാവരും അനുവിനെയാണ് ടാർഗറ്റ് ചെയ്തത്. അവരുടെ റീ എൻട്രി ആണെന്നാണ് അവരുടെയൊക്കെ വിചാരം. വന്നവനും പോയവനും നിന്നവനും ഒക്കെ അനുവാണ് വിഷയം. പുറത്തുനിന്ന് വന്നവരിൽ അനുവിനെ സപ്പോർട്ട് ചെയ്ത രണ്ട് പേര് മാത്രമേ അവിടെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അവരുടെ ഈ വാക്കുകളാകാം അനു കുറച്ചുകൂടി ബോൾഡ് ആയതെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് അഭിലാഷ് വന്ന് അനുവിനോട് വരാനിരിക്കുന്നവരും ചിലപ്പോൾ നിന്നെ ടാർഗറ്റ് ചെയ്തേക്കാം. നീ അത് കണ്ടറിഞ്ഞ് നിൽക്കണം. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് തോന്നുന്നു എന്ന് അഭിലാഷ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. കരയരുത്, ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്നും വരരുത്. ഇനി ആകെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്ട്രോങ് ആയിരിക്കണം എന്ന് അഭിലാഷ് അനുമോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ലക്ഷ്മിയും പുറത്തുനിന്ന് വന്നതിന് ശേഷം അനുമോൾക്ക് നല്ല സപ്പോർട്ടാണ് നൽകിയത്. അനുമോളോട് പറഞ്ഞ കാര്യം, ശൈത്യ കരയുന്നതിനും ശൈത്യയ്ക്ക് പുറത്ത് സൈബർ ബുള്ളിങ് അനുഭവിക്കുന്നതിന് കാരണം നീയല്ല, ഒരിക്കലും അത് നീ ആയിരിക്കുകയില്ല. നീ സ്ട്രോങ് ആയിട്ടിരിക്കണം. അത് ആലോചിച്ച് നീ വിഷമിക്കേണ്ട കാര്യവുമില്ല. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. ഇതിനെപ്പറ്റി ഒന്നും വിഷമിച്ചിരിക്കേണ്ട സമയവുമല്ല ഇത്. നീ വിഷമിക്കേണ്ട, സ്ട്രോങ് ആയിട്ടിരിക്കണം. അതൊന്നും ഓർക്കുക പോലും വേണ്ട എന്ന് ലക്ഷ്മി പറഞ്ഞു കൊടുത്തു.